ഇത് ആലപ്പുഴ KVK, അതായത് ആലപ്പുഴ ജില്ലയിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ അഗ്രി ഇൻക്യുബേഷൻ സെന്റർ ആണ്. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ തുടക്കം. നമുക്ക് മെഷീൻസ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത്, യന്ത്രങ്ങൾ ഒന്നും നമ്മുടെ കയ്യിലില്ലാതിരുന്ന സമയത്ത് നമ്മൾ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ടാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ, ഉണക്കാൻ, വറ്റലുണ്ടാക്കാൻ, അതേപോലെ ഉരുകളെണ്ണ ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ പൊടികൾ, ഹെൽത്ത് മിക്സ് ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്, ട്രെയിനിങ് എല്ലാം ഇവിടെ നിന്നാണ്. ഇവിടുത്തെ ജെസ്സി മാഡത്തിൻ്റെ പിന്തുണയും പ്രചോദനവും പ്രേരണയും കൊണ്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ രുചിര പ്രകൃതി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ചെയ്യാനുള്ള, അത് നടത്തിക്കാനുള്ള ഒരു ഊർജം കിട്ടുന്നത്. അന്നും ഇന്നും എന്നും എപ്പോൾ വന്നാലും ഇവിടെ വന്നിട്ട് പോകുമ്പോഴത്തേക്ക് എന്തൊക്കെയോ നമ്മൾ പഠിക്കും. വലിയൊരു മൈലേജാണ്. പിന്നെ നമ്മൾ വല്ലാത്ത ഊർജ്ജമൊക്കെയാണ് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും. പിന്നെ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന ജെസ്സി മാഡമാണ്. ഓരോ കാര്യങ്ങളുടെ ന്യൂട്രീഷൻ, പ്രത്യേകിച്ച് വാഴയ്ക്കയ്ക്ക് ഇത്രയധികം ന്യൂട്രീഷണൽ ആയിട്ടുള്ള വാല്യൂ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ജെസ്സി മാഡത്തിൻ്റെ ഒരുപാട് തിയറി ക്ലാസ്സുകളിൽ നിന്നാണ്. ഒത്തിരി ടേംസുകൾ, ആ ടേംസിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ ഒക്കെ മനസ്സിലാക്കാനും പിന്നെ അതിൻ്റെ മുകളിൽ കൂടുതൽ റെഫർ ചെയ്യാനും ഒക്കെ മാഡത്തിൻ്റെ ട്രെയിനിങ് ക്ലാസ്സസ് ആണ് സഹായിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് മാഡത്തെ ഒന്ന് കാണാനായിട്ട് വന്നതാണ്. ഓണമൊക്കെയാണ്, അപ്പോൾ ഇവിടെ ഉള്ള തിരക്കാണ്, നിറയെ ആൾക്കാരാണ്. ഈ ഏരിയയിലെ മൊത്തം കർഷകരുടെ ഒരു അത്താണിയായിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. ഒരുപാട് ആൾക്കാർ അവരവരുടെ പ്രോഡക്റ്റുകൾ വന്ന് ചെയ്തു പോകുന്ന സ്ഥലമാണ്. ശരിക്കും അഗ്രി ഇൻക്യുബേഷൻ സെന്ററിന്റെ എല്ലാ ആ വാക്ക് സൂചിപ്പിക്കുന്ന ഇതിൻ്റെ അപ്പുറം സേവനമാണ് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രവും ഹോം സയൻസ് വിഭാഗവും ചെയ്തു പോരുന്നത്. ഒരുപാട് പ്രോഡക്റ്റുകൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നം മാത്രമല്ല, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം. ഞങ്ങൾ വാഴയെക്കുറിച്ചിട്ട്, വാഴയ്ക്കയുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ 22 പ്രോഡക്ട്സ് ആണ് 2 ദിവസം കൊണ്ട് പഠിക്കുന്നത്. 2 ദിവസം കൊണ്ട് 22 പ്രോഡക്ട്സ്. അപ്പോൾ അതൊക്കെ നമുക്ക് തരുന്ന, അതും നല്ല പ്രോഡക്ട്സ്, ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്ട്സ്. ദഹന നാരുകളെ കുറിച്ചിട്ടൊക്കെ നല്ല പോലുള്ള ബേസ് നമുക്ക് പറഞ്ഞു തരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ജെസ്സി മാഡത്തെ കാണാനാണ് വന്നത്. സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം കൂടെ അറിയിക്കാനും, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടാനുള്ള ഒരു കാരണങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഈ അഗ്രി ഇൻക്യുബേഷൻ സെൻറ്ററിൻ്റെ പങ്ക് അത് ഒരു അഭിവാജ്യ ഘടകമാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ, ഇവർ രണ്ടുപേരുമാണ് 2 കൈകളായിട്ട് ഞങ്ങളെ അപ്പുറവും ഇപ്പുറവും നിന്ന് കർഷകർക്കൊപ്പം നിന്നിട്ട് താങ്ങി ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഇവിടെ നിന്നുള്ള സാങ്കേതികമായിട്ടുള്ള പിന്തുണയും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്നുള്ള സാമ്പത്തികമായിട്ടുള്ള പിന്തുണയും ഒപ്പത്തിനൊപ്പം വന്നിട്ടാണ് നമ്മൾ ശരിക്കും ഇത് ഞങ്ങളുടെ രുചിര ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആക്ച്വലൈസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമുക്ക് ജെസ്സി മാഡത്തെയും ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളെയൊക്കെ ഒന്ന് കാണാം. ഇത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഡ്രയറാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഡഫ് മിക്സർ, സോട്ടിനർ, ഇതിലാണ് നമ്മൾ ചക്കയൊക്കെ വരട്ടല്. ഇത് KVKയുടെ അഗ്രി ഇൻക്യുബേഷൻ സെന്റർ ആണെങ്കിൽ ഇത് കർഷകരുടെ ശരിക്കും അക്ഷരാർത്ഥത്തിലും പ്രായോഗിക തലത്തിലും കർഷകരുടെയാണ്. അതുപോലെ റിട്രോട്ട് മെഷീൻ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെയാണ് ഇവിടെ ഫുള്ള് എല്ലാം നടക്കുന്നുണ്ട്. പാക്കിങ്, ബ്രാൻഡിങ്, പ്രോസസ്സിങ് എല്ലാം പഠിപ്പിച്ചു തരും നല്ല വൃത്തിക്ക്. അതേപോലെ അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും അറിയാൻ എനിക്ക് അതിൻ്റെ റെഫറൻസും എല്ലാം മാഡം നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഇത് നമ്മുടെ ഫ്രീസർ, ഇതിനകത്ത് നമ്മൾ ചക്കാമാങ്ങ, തേങ്ങ എല്ലാം ഈ ഫ്രീസറിലാണ് വെക്കുന്നത്, അധികം വരുന്നത് ഒക്കെ. ഇത് കണ്ടിട്ടാണ്, ഇതിനെ മാതൃകയാക്കിയിട്ടൊക്കെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ചെയ്തിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ എന്നല്ല, എല്ലാ വിധത്തിലും മാതൃകയാണ് ഈ ഒരു അഗ്രി ഇൻക്യുബേഷൻ സെന്റർ. കർഷകർക്കൊപ്പം എല്ലാത്തിനും പ്രചോദനവും പിന്തുണയും പ്രേരണയും ഒക്കെ നൽകുന്നുണ്ട്. ഓണ്ടർപ്രണറാണ് അവിടെ സംരംഭം. ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ അവിടെ ഷോപ്പൊക്കെ ഉണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, ഔട്ട്ലെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. കൃഷിയൊക്കെ നന്നായിട്ട്. അപ്പൊ നമുക്ക് കുറെ പ്രോഡക്ട്സ് കിട്ടുമല്ലോ, വാല്യൂഡ് പ്രോഡക്ട്സ് ഉണ്ട്. ഷോപ്പ് ഉണ്ടായിരുന്നു ആദ്യം. അപ്പൊ ആ ഷോപ്പിൽ കുറെ സാധനങ്ങളുണ്ട്. ഫാർമേഴ്സ് 400ഓളം ഫാർമേഴ്സിൽ നിന്ന് സാധനങ്ങൾ അവിടെ എടുത്തു വെക്കുന്നുണ്ട്. ഓർഗാനിക് ഫാർമേഴ്സ് പ്രത്യേകിച്ച്.
അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ അവിടെ ചിലപ്പോ ഒക്കെ വിറ്റുപോകും, ചിലപ്പം അത് സർപ്ലസ് ആയിട്ട് വരും. പിന്നെ ഈ അടുത്തുള്ള ഫാമേഴ്സിന്റെ കയ്യിലൊക്കെ സാധനം മേടിക്കും. അപ്പൊ അതെല്ലാം ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, സർപ്ലസ് ആവും. അപ്പൊ ആ സമയത്ത് പ്രോസസ്സിങ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ ഡ്രയർ എന്റെ കൺസെപ്റ്റ് തുടങ്ങിയത് ഇപ്പം 80 ചിപ്സും ഒക്കെ അടക്കം എല്ലാം ബനാന ബേസ്ഡ് ഒക്കെ എല്ലാം ഒത്തിരി വാല്യൂഡ് പ്രോഡക്ട്സ് ചെയ്യുന്നു. വാഴയിൽ തന്നെ 22 പ്രോഡക്ട്സ് ഉണ്ട്. സ്നേഹം, സന്തോഷം, നന്മകൾ.